വൈകുന്നേരം 4 മണിക്ക് UDF യോഗമുണ്ട്. അല്ല, പ്രധാനപ്പെട്ട ആളിലേക്ക് കണ്ട് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കണ്ടേ. ശ്രീ അടൂർ പ്രകാശ് എൻ്റെ സീനിയറായിട്ട് എൻ്റെ നിയമസഭയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം UDFൻ്റെ കൺവീനറാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ഓടി നടന്ന് UDF ഏകോപിപ്പിച്ച് നമ്മുടെ യാത്ര, പുതുയുഗ യാത്ര ഉൾപ്പെടെയുള്ളത് വിജയകരമാക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ച ആളാണ്. അതിൻ്റെ എല്ലാ റിസൾട്ടല്ലേ. ഞങ്ങളെല്ലാവരും കൂടി ടീം UDF ആയത് അടൂർ പ്രകാശ് കൂടി വന്നതിന് ശേഷമാണ് അല്ലേ. അദ്ദേഹം കൺവീനറായതിനു ശേഷം ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത അതിൻ്റെ സന്തോഷമാണ് പങ്കുവയ്ക്കാൻ. പിന്നെ അവരുടെ എല്ലാ അനുഗ്രഹവും വേണ്ടേ. അതെല്ലാം ഇന്ന് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തി, UDF ഘടകകക്ഷികളുമായിട്ട് ആലോചന നടത്തി എന്ന് പറയും. നിങ്ങൾ അറിയിക്കോട്ടെ. അന്നില്ല ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. CM-നെതിരെ അനുഗ്രഹാശംസകൾ നിങ്ങളും കൊടുത്താൽ മതി. നിങ്ങൾ കുഴപ്പമുണ്ടാക്കായിരുന്നോ? നല്ല കുത്തിത്തിരിപ്പ് ചോദ്യോട്ട് വന്നേക്കുക. ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങളായിട്ട് സ്നേഹത്തിലല്ലേ എല്ലാവരും എൻ്റെ അത് നമുക്ക് ആലോചിക്കാം. ഞാനതിനെ എതിർത്തിട്ടുള്ളതാണ്, കയറ്റാതിരുന്നതിനെ എതിർത്തിട്ടുള്ള ഒരാളാണ്. അസംബ്ലിയിൽ അത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ വരട്ടെ, നിങ്ങൾ നമ്മളെ അടക്കം വിമർശിക്കണം. വെറുതെ ഉണ്ടാക്കരുത്, കഥ ഉണ്ടാക്കരുത്. അത് മാത്രമേ ഉള്ളൂ. വെറുതെ ആകാശത്ത് നിന്ന് കഥ ഉണ്ടാക്കരുത്. അല്ലാതെയുള്ള കാര്യങ്ങളിൽ നമ്മളാരും വിമർശനത്തിന് അതീതരല്ല. നിങ്ങൾ വിമർശിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. വിമർശിച്ചവരോടൊക്കെ ഭയങ്കര ദേഷ്യം അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പറയാം ഒന്ന് സെറ്റാവട്ടെ. അന്ന് സംഭവം കാര്യങ്ങളൊക്കെ പറയട്ടെ. പറയുമല്ലോ, നിങ്ങളെ കാണില്ല. ഞാൻ ഇന്ന് എത്രാമത്തെ പ്രാവശ്യം കാണുന്നത് അല്ലല്ലോ. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവായി പോകാമല്ലോ. രാവിലെ കണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവായി പോവാം. അത് കാണുമ്പോൾ സന്തോഷമല്ലേ. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ആളുകളോടൊപ്പം കൂടെ നിന്ന് അല്ലേ ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടിയാണ്. ശരിയാണ്.